ഒരിക്കൽ ഇലോൺ മസ്ക് പരിഹസിച്ച് തള്ളിയ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കൾ ഇന്ന് അദ്ദേഹത്തിന്റെ തന്നെ കമ്പനിയെ തറ പറ്റിച്ച് മുന്നേറുന്നു. പറഞ്ഞു വരുന്നത് ചൈനീസ് ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ BYD കുറിച്ചാണ്. ചൈനയിൽ തന്നെ ഒതുങ്ങുമെന്ന് പുച്ഛത്തോടെ മസ്ക് എഴുതി തള്ളിയ കമ്പനി പിന്നീട് ടെസ്ലയെ മറികടന്ന് കുതിക്കുന്നതായിരുന്നു പക്ഷേ ലോകം കണ്ടത്. ഒരു ചൈനീസ് ബാറ്ററി നിർമ്മാണ കമ്പനിയിൽ നിന്ന് ഇലക്ട്രിക് വാഹന രംഗത്തെ നൂതന സാങ്കേതിക വിദ്യകളുടെ ഉപജ്ഞാതാക്കൾ എന്ന നിലയിലായിരുന്നു അവരുടെ വളർച്ച. ചൈനയിലെ ഷെൻഷൻ മെഗാസിറ്റി കേന്ദ്രമാക്കി 1995 വാങ് ചുൻഫു BYD ആരംഭിക്കുന്നത്. മറ്റുള്ള കമ്പനികളിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ വാങ് കണ്ടുപിടിച്ച പേരായിരുന്നു BYD. 3 അക്ഷരങ്ങൾ എന്നതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് യാതൊരു അർത്ഥങ്ങളും അതിനില്ലെന്ന് അദ്ദേഹം തന്നെ ഒരിക്കൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഒരു എഞ്ചിനീയർ ആയിരുന്ന വാങ് 1990കളുടെ തുടക്കത്തിൽ സർക്കാർ ജോലി ഉപേക്ഷിച്ച ശേഷമായിരുന്നു BYD ആരംഭിച്ചത്. ചൈനീസ് സമ്പദ് വ്യവസ്ഥ ലോകത്തിന് മുന്നിൽ തുറന്നു കൊടുക്കപ്പെട്ട കാലഘട്ടം കൂടിയായിരുന്നു അത്. ചൈനീസ് മുൻ പ്രസിഡന്റ് ഡെങ് ഷാവോപിങ് അക്കാലത്താണ് ഷെൻഷനിൽ രാജ്യത്തെ ആദ്യ പ്രത്യേക സാമ്പത്തിക മേഖല സ്ഥാപിക്കുന്നത്. അതോടെ ഷെൻഷനിലേക്ക് നൂറുകണക്കിന് ഉൽപ്പാദന വ്യവസായങ്ങൾ ഒഴുകിയെത്തി. ഉദാരമായ സാമ്പത്തിക നയങ്ങളും വില കുറഞ്ഞ തൊഴിൽ ഭൂമി ചെലവുകളുമായിരുന്നു അതിന്റെ പ്രധാന കാരണം. 1997 ആയപ്പോഴേക്കും വാങ്ങിന്റെ BYD എന്ന ചെറിയ വർക്ക്ഷോപ്പ് $14 ദശലക്ഷം വാർഷിക വിൽപ്പനയുള്ള ഒരു ഇടത്തരം സെൽഫോൺ ബാറ്ററി നിർമ്മാതാക്കളായി വളർന്നിരുന്നു. 2003 ആയപ്പോഴേക്കും മൊബൈൽ ഫോണുകളിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന നിക്കൽ കാഡ്മിയം ബാറ്ററികളുടെ ലോകത്തെ ഏറ്റവും വലിയ നിർമ്മാതാവായി BYD മാറി. എന്നാൽ അവിടം കൊണ്ടൊന്നും വാങ്ങിലെ വ്യവസായി തൃപ്തനായിരുന്നില്ല. EV വാഹനങ്ങൾക്കാണ് ഭാവിയെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം അതേ വർഷം കാർ വ്യവസായത്തിലേക്കും കടന്നു. ഷിയാൻ നഗരത്തിൽ പ്രവർത്തിച്ചിരുന്ന സർക്കാർ നിയന്ത്രണത്തിലുള്ള നിർമ്മാണ കമ്പനി അതിന്റെ ഭാഗമായി വാങ് വാങ്ങി. $38 ദശലക്ഷം ആയിരുന്നു അതിനായി വാങ് ചെലവഴിച്ചത്. ആ അപ്രതീക്ഷിത തീരുമാനം പക്ഷേ കമ്പനിയുടെ പ്രധാന നിക്ഷേപകരെ പ്രകോപിപ്പിച്ചു. EV വാഹന നിർമ്മാണത്തിലേക്ക് കടക്കുന്നതുകൊണ്ട് നേട്ടമുണ്ടാകുമെന്ന് അവർ വിശ്വസിച്ചിരുന്നില്ല എന്നതായിരുന്നു അതിന്റെ കാരണം. നിക്ഷേപകർ പിന്മാറിയതോടെ കമ്പനിയുടെ ഹോങ്കോങ് ലിസ്റ്റ് ചെയ്ത ഓഹരികളിൽ 21% ഇടിവും അന്ന് സംഭവിച്ചു. പക്ഷേ തീരുമാനത്തിൽ നിന്ന് അണുവിട മാറാൻ വാങ് തയ്യാറായിരുന്നില്ല. ഓഹരി വില ഇടിഞ്ഞെങ്കിലും EV വാഹനങ്ങളുടെ നിർമ്മാണം അദ്ദേഹം തുടർന്നു. 5 വർഷം കഴിഞ്ഞപ്പോഴേക്കും $230 ദശലക്ഷം നിക്ഷേപവുമായി വാങ്ങിന് മുന്നിലെത്തിയത് സാക്ഷാൽ വാറൻ ബഫറ്റ് ആയിരുന്നു. അതോടെ തൊട്ടടുത്ത വർഷം കമ്പനിയുടെ ഓഹരി വില റോക്കറ്റ് പോലെ കുതിച്ചു. 1370% വരെ വളർച്ചയായിരുന്നു അക്കാലയളവിൽ BYDക്ക് ഉണ്ടായത്. 2008 അവസാനത്തോടെ BYD അവരുടെ ആദ്യത്തെ പ്ലഗ് ഇൻ ഹൈബ്രിഡ് മോഡൽ പുറത്തിറക്കി. പിന്നാലെ BYD ഒരു ഔദ്യോഗിക EV നിർമ്മാതാവായി അറിയപ്പെടാനും ആരംഭിച്ചു. പിന്നാലെ ചൈനീസ് സർക്കാരിന്റെ പിന്തുണയും വാങ്ങിന്റെ കമ്പനിയെ തേടിയെത്തി. 2015 മുതലാണ് ചൈനീസ് EV വിപണിയിൽ BYD അവരുടെ ആധിപത്യം സ്ഥാപിക്കുന്നത്. കൂടാതെ ലോകത്തിന്റെ പല കോണുകളിലേക്കും BYD പടർന്നു കയറി. വാഹനങ്ങളുടെ വിലയായിരുന്നു അവരുടെ പ്രധാന സെല്ലിംഗ് പോയിന്റ്. ചൈനീസ് മാർക്കറ്റിലെ 2ാം സ്ഥാനക്കാരായ ടെസ്ലയുടെ ഏറ്റവും വില കുറഞ്ഞ മോഡലുകൾക്ക് $32,375 വിലയുണ്ടായിരുന്നപ്പോൾ BYD മോഡലുകൾ വിറ്റഴിച്ചത് $10,392 വില ടെസ്ലയേക്കാൾ ഏകദേശം 1/3 മാത്രം. ഒപ്പം ആ വിലയ്ക്ക് ടെസ്ലയുടേതിനേക്കാൾ മികച്ച പെർഫോമൻസും BYD ഉറപ്പു നൽകിയിരുന്നു. സുരക്ഷയുടെ കാര്യത്തിലും 2 കമ്പനികൾക്കും മികച്ച അന്താരാഷ്ട്ര റേറ്റിംഗുമുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരാളും ടെസ്ലയ്ക്ക് മുകളിൽ BYDയെ സ്വാഭാവികമായും തിരഞ്ഞെടുക്കുകയായിരുന്നു. 2020 മുതൽ BYD അതിന്റെ ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററി അഥവാ ബ്ലേഡ് ബാറ്ററികൾ സ്വയം നിർമ്മിക്കാനും ആരംഭിച്ചു. ബ്ലേഡ് ആകൃതിയിലുള്ള ബാറ്ററി പരമ്പരാഗത ലിഥിയം ഇരുമ്പ് സെല്ലുകളേക്കാൾ കനം കുറഞ്ഞതും നീളമുള്ളതുമാണ്. അതിനാൽ ബാറ്ററി പാക്കിനുള്ളിൽ ലഭ്യമായ സ്ഥലത്തിന്റെ ഉപയോഗം പരമാവധി വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് കമ്പനി പറഞ്ഞിരുന്നു. BYD പറയുന്നതനുസരിച്ച് സാരമായി കേടുപാടുകൾ സംഭവിച്ചാലും തീപിടിക്കാനുള്ള സാധ്യതയും അവയ്ക്ക് കുറവാണ്. ടൊയോട്ട ഉൾപ്പെടെയുള്ള കമ്പനികൾക്കും BYD ബാറ്ററികൾ നിർമ്മിച്ചു നൽകുന്നുണ്ട്. എന്തിനേറെ ബെർലിൻ ഗിഗാ ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന Y മോഡൽ കാറുകളിൽ ടെസ്ലയും BYDയുടെ ബാറ്ററികളാണ് ഉപയോഗിക്കുന്നത്. BYDയുടെ കോമ്പാക്ട് സെഡാൻ മോഡലായ ക്വിന്നിനും കോമ്പാക്ട് ക്രോസ് ഓവർ SUV സോങ് മോഡലുകൾക്കും വലിയ ഫാൻ ബേസ് ആണുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയ ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോക്താക്കൾക്ക് നൽകുന്നു എന്നതാണ് BYDയുടെ പ്രത്യേകത. ഇന്ത്യയിൽ ഉൾപ്പെടെ ചെറിയ കാലം കൊണ്ട് വലിയ വിൽപ്പനയാണ് BYD ഉണ്ടാക്കിയെടുത്തത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ 5 വാഹന നിർമ്മാതാക്കളുടെ സംയോജിത വിപണി മൂല്യത്തെക്കാൾ അധികമാണ് BYDയുടേത്. ഏകദേശം $165.7 ബില്യൺ ആയിട്ടാണ് കമ്പനിയുടെ വിപണി മൂല്യം ഉയർത്തിയത്. വെറും 5 മിനിറ്റിനുള്ളിൽ ഫുൾ ചാർജ് ചെയ്യാൻ കഴിയുന്ന പുതിയ അൾട്രാ ഫാസ്റ്റ് ചാർജിംഗ് സാങ്കേതിക വിദ്യകളാണ് BYDയിലേക്ക് വലിയ നിക്ഷേപങ്ങൾക്ക് ആക്കം കൂട്ടിയത്. അങ്ങനെ പുത്തൻ സാങ്കേതിക വിദ്യയെ ബജറ്റ് ഫ്രണ്ട്ലിയായി അവതരിപ്പിച്ചതിലൂടെ മസ്കിന്റെ ടെസ്ലയെ BYD നിഷ്പ്രയാസം മലർത്തിയടിച്ചു. ടെസ്ലയ്ക്ക് ലോകത്താകമാനം തിരിച്ചടി നേരിടുന്ന സമയത്താണ് BYDയുടെ ഈ വളർച്ചയെന്നതും കൗതുകകരമാണ്. എന്തായാലും ഇനിയെങ്കിലും ആരെങ്കിലും കളിയാക്കും മുൻപ് മസ്ക് രണ്ടാമതൊന്നുകൂടി ആലോചിക്കുമെന്ന് വെറുതെയെങ്കിലും നമുക്ക് കരുതാം.